അപ്പൊ നമ്മളിനി കാണാൻ പോകുന്നത് ഇലക്ട്രോ കെമിക്കൽ സീരീസിനെ പറ്റിയിട്ടാണ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്, എന്താണ് അതിന്റെ അപ്ലിക്കേഷൻ എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ അതിലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോട് ചെറിയൊരു എക്സാമ്പിൾ ഷെയർ ചെയ്യാം. അതായത് ഒരു എന്താ പറയുക, നമ്മുടെ ജീവിതത്തിലൊക്കെ കാണുന്ന ഒരു ചില്ലറ കാര്യം. ഇപ്പൊ ഞാൻ ഒരാളോട് ചോദിക്കണം, ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുവാണ്, എടാ നമുക്ക് ഇന്ന് ടൂർ പോയാലോ എന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി നിങ്ങളുടെ റിപ്ലൈ എന്തായിരിക്കും? ചിലപ്പോ ആ ശരി സാറേ പോവാം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൻസർ ഞാൻ ചോദിച്ച ചോദ്യത്തിനോട് ഹൈലി പോസിറ്റീവാണ്. ശരിയല്ല, ഹൈലി പോസിറ്റീവ്. ഞാൻ ഇപ്പൊ ടൂർ പോയാലോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ശരി സാർ പോവാം, എപ്പോഴാ പോണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആൻസർ എന്ന് പറയുന്നത് വല്ലാത്ത പോസിറ്റീവ് വൈബുള്ള ആൻസറാണ്. നേരെ മറിച്ച് ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കണം, ഇപ്പൊ ചോദിക്കണം, നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നമുക്ക് കുറച്ചു നേരം ഒന്ന് ഇലക്ട്രോ കെമിസ്ട്രി പഠിച്ചാലോടാ, അപ്പൊ തന്നെ നിങ്ങളുടെ ഉത്തരം ഇങ്ങനെ അയ്യേ അത് വേണ്ട സാറേ പിന്നെ നോക്കാം, എനിക്കിപ്പോ ഒരു മൂടില്ല, ഇപ്പൊ പഠിക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്തരം എന്താ? നെഗറ്റീവാണ്. ഞാൻ ചോദിച്ച ചോദ്യത്തിനോട് നെഗറ്റീവ് ആൻസർ ആണ് അപ്പൊ എനിക്ക് വന്നത്. അപ്പൊ പോസിറ്റീവ് ആൻസർ എന്തിനെ കാണിക്കുന്നു? പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കാണിക്കുന്നു. നെഗറ്റീവ് ആൻസർ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിനെ കാണിക്കുന്നു, അല്ലെങ്കിൽ നെഗറ്റീവ് അപ്രോച്ച് ആണ്. ഈ ഒരു കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക. ഇനിയാണ് ഞാൻ ഇലക്ട്രോ കെമിക്കൽ സീരീസ് പറയാൻ പോകുന്നത്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസ്? ഇലക്ട്രോ കെമിക്കൽ സീരീസ് നമുക്ക് സിമ്പിൾ ആയിട്ട് എന്തെന്ന് പറയാം, ഇറ്റ് ഈസ് എ സീരീസ് ഇൻ വിച്ച് ഒരു ടേബിൾ ആണ്, ഒരു ടേബിൾ രൂപത്തിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. എന്തിനാ അറേഞ്ച് ചെയ്തേക്കുന്നത്? ഇറ്റ് ഈസ് എ സീരീസ് ഇൻ വിച്ച് ഇലക്ട്രോഡ്സ് ആർ അറേഞ്ച്ഡ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ഇറ്റ്സ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. Electrodes are arranged in the increasing order of its reduction potential or decreasing order of its oxidation potential. ഞാൻ ഈ ഡെഫിനിഷൻ പറഞ്ഞപ്പോ എന്താണെന്നുള്ളത് കേട്ടിട്ടാവും, എന്താണെന്ന് മനസ്സിലായി കാണില്ല, പറഞ്ഞു തരാം. ഈ ഒരു ടേബിളിനകത്ത് കുറെ അധികം ഇലക്ട്രോഡുകൾ ഉണ്ട്. ഇപ്പോ സ്റ്റാർട്ടിംഗ് ഫ്രം ദ ലിഥിയം ആൻഡ് എൻഡിങ് ഇൻ ഫ്ലൂറിൻ, അതാണ് ഏറ്റവും ടോപ്പിൽ ലിഥിയം, ബോട്ടമിൽ ഫ്ലൂറിനുമാണ്. So there are so many electrodes involved in the lithium, potassium, sodium, magnesium, zinc, iron, nickel, tin, lead. അങ്ങനെ കുറെ അധികം ഇലക്ട്രോഡ്സുകൾ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏറ്റവും ടോപ്പിലുള്ള ആള് നിങ്ങൾക്ക് കാണാം ലിഥിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സ്റ്റാൻഡേർഡ് കണ്ടീഷനായിട്ട് നമ്മൾ എടുക്കുന്ന എന്താണ്? റിഡക്ഷൻ റിയാക്ഷൻസ് ആണ്. അതുകൊണ്ട് എല്ലാം തന്നെ റിഡക്ഷൻ റിയാക്ഷനോടുള്ള രീതിയിലാണ് എല്ലാം കൊടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കാണാം ലിഥിയം ഒരു ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് എന്താവുന്നു? Li+ ഒരു ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് Li ആയിട്ട് മാറുന്നു. അതിന് വേണ്ടി വരുന്നത് -3.05 വോൾട്ട് ആണ്. -3.05 വോൾട്ട്. അപ്പൊ ഈ മൈനസ് എന്തിനെ കാണിക്കുന്നു എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. അതിനാണ് നേരത്തെ ടൂറിന്റെ എക്സാമ്പിൾ നിങ്ങളോട് പറഞ്ഞത്. മൈനസ് കാണിക്കുന്നത് ഞങ്ങൾക്ക് ഇലക്ട്രോൺ വേണ്ട സാറേ, ഞങ്ങൾക്ക് ഇലക്ട്രോൺ വേണ്ട, Li+നെ Li+ ആയിട്ട് ഇരിക്കാൻ തന്നെ ആഗ്രഹമുള്ളൂ, വേണമെങ്കിൽ ഞങ്ങൾ ഇലക്ട്രോൺ അങ്ങോട്ടേക്ക് തരാം, ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് വേണ്ട, ഞങ്ങൾ ഇലക്ട്രോൺ വാങ്ങാൻ വില്ലിങ് അല്ല, ഇഷ്ടമല്ല. ആ ഇഷ്ടക്കേടാണ് മക്കളെ ഇവിടെ എന്ത് കാണിക്കുന്നത്? മൈനസ് ചാർജിൽ കാണിക്കുന്നത്. മൈനസ് എന്ന് പറയുന്നത് നെഗറ്റീവ് അപ്രോച്ച്, ഇഷ്ടമല്ല എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ പൊട്ടാസ്യത്തിലേക്ക് വരികയാണ്. K+++1 ഇലക്ട്രോൺ ഗിവ്സ് യു K, പൊട്ടാസ്യം. അപ്പൊ അതിന്റെ പൊട്ടൻഷ്യൽ ഇവിടെ കാണിച്ചിട്ടുണ്ട്, എത്രയാണ്? -2.93 വോൾട്ട്. -2.93 വോൾട്ട്. അപ്പൊ -2.93 ഇവിടെ -3.05 ആണോ വരുന്നത്? 2.93 ആണോ വരുന്നത്? മൈനസ് ടേമിലാണ് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും -2.93 ആണ് വരുന്നത്. എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് എന്നുള്ള ആ ഒരു വാല്യൂ വളരെ അങ്ങ് കൂടുതലാണ്. നമുക്കറിയാം -10 -7 കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നെഗറ്റീവ് ആരാണ്? -10 ആണ്. അത് തന്നെ ഇവിടെ അവസ്ഥ. അപ്പൊ പൊട്ടാസ്യത്തിലേക്ക് വന്നപ്പോൾ ഇലക്ട്രോണിനോടുള്ള ഒരു ഇഷ്ടക്കേട് കുറച്ച് കുറഞ്ഞു. നേരത്തെ -3.05 ആയിരുന്നു, ഇപ്പൊ എത്രയത്? -2.93. ഇനി നമ്മൾ Zn-ലേക്ക് വരികയാണ്. Zn2++2 ഇലക്ട്രോൺ ഗിവ്സ് യു Zn. അതിന്റെ വോൾട്ടേജ് എത്രയാ? -0.76. അപ്പൊ ഇവര് രണ്ടുപേരെക്കാളും Zn എന്താണ്? ഇലക്ട്രോണിനോടുള്ള ഇഷ്ടം കുറച്ച് കൂടുതലുണ്ട് എന്ന് പറയണെങ്കിൽ അത്രയ്ക്ക് ഇഷ്ടക്കേടില്ലാന്ന്. ഇവിടെ -3.05, ഇവിടെ എത്രയാണ്? -0.76. അതേപോലെ നമ്മൾ താഴത്തേക്ക് വരുന്നതോറും ഹൈഡ്രജൻ ഇലക്ട്രോഡ് എത്തുമ്പോൾ നമ്മൾ SH എന്നാണ് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് 0 ആണ്, നെഗറ്റീവ് അല്ല പോസിറ്റീവ് അല്ല, 0 ആണ്. പിന്നെ അങ്ങോട്ട് താഴത്തേക്കൊക്കെ പോസിറ്റീവ് ആണ്. എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ സീരീസ് കറക്റ്റ് ഓർഡറിലൊന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഐ മീൻ ഇതിന്റെ ഇടയിലൊക്കെ കുറെ മെറ്റൽസ് ഉണ്ട്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അതിന്റെ ഒരു പാർട്ട്, ഒരു പോർഷൻ എടുത്തോടെ വരച്ചേക്കുന്നത്, എഴുതി വെച്ചേക്കുന്നത്. സോ വെൻ വി കംസ് ഡൗൺ ദ ഗ്രൂപ്പ്, നോക്കുക
when we comes down the group, നമ്മളെ ഗ്രൂപ്പിന്റെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രൂപ്പിന്റെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? റിഡക്ഷന് പോവാനുള്ള ഇഷ്ടം, ഇലക്ട്രോണിനെ റിസീവ് ചെയ്യാനുള്ള ഇഷ്ടം കൂടി വരും. ആർക്ക്? മെറ്റൽ ഇലക്ട്രോൺസ്. ശരിയല്ലേ? നോക്കിയേ, ഇവിടെ നെഗറ്റീവ് 3 പോയിന്റ്, ഇവിടെ നെഗറ്റീവ് 2 പോയിന്റ്, ഇവിടെ നെഗറ്റീവ് 0 പോയിന്റ്, ഇവിടെ 0, then plus 0.34 and finally then one is our fluorine, that is 2.87 plus 2.87. അപ്പൊ താഴെയുള്ള ആളുകൾക്ക് ഇലക്ട്രോൺ അവിടെ കിട്ടിയാൽ മതി, ഞങ്ങൾ വാങ്ങി വെക്കാൻ വളരെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഹൈലി പോസിറ്റീവ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ when you comes down the group, the reduction potential increases. Reduction potential increase എന്ന് വെച്ച് കഴിഞ്ഞാൽ the willingness to go for reduction അല്ലെങ്കിൽ the tendency to go for reduction it increases. Clear? അത് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സീരീസിന്റെ മുകളിലേക്ക് പോവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, ഫ്രം ബോട്ടം ടു ടോപ്പ് പോവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിഡക്ഷന് പോകാനുള്ള ടെൻഡൻസി കുറഞ്ഞു വരികയും ഓക്സിഡേഷന് പോകാനുള്ള ടെൻഡൻസി കൂടി വരും ചെയ്യും. ഓക്കെ, അപ്പൊ ഏറ്റവും ടോപ്പിലുള്ള ആളുടെ ആഗ്രഹം ഇലക്ട്രോൺ വാങ്ങാനല്ല, ഞാൻ പറഞ്ഞു അയാളുടെ താല്പര്യം ഇലക്ട്രോൺ പുറത്ത് ഒഴിവാക്കാനാണ് എനിക്ക് ഇഷ്ടം. ഇലക്ട്രോൺ വേണ്ട, അങ്ങോട്ട് കൊടുക്കുകയാണ് വേണ്ട എന്ന് പറഞ്ഞ് ഇലക്ട്രോൺ കൊടുക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഓക്സിഡേഷൻ. അപ്പൊ താഴേക്ക് വരും തോറും ഓക്സിഡേഷന് പോകാനുള്ള ടെൻഡൻസി കുറയുകയും റിഡക്ഷന് പോകാനുള്ള ടെൻഡൻസി കൂടുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രോകെമിക്കൽ സീരീസിന്റെ ഡെഫിനിഷനിൽ പറയുന്നത്. എന്താണ്? Electrochemical series is a series in which electrodes are arranged in the increasing order of its reduction potential or decreasing order of its oxidation potential. I hope you are clear with this. ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമുക്കൊരു ഡാനിയൽ സെല്ല് ഇപ്പൊ നമുക്കറിയാം സിങ്കും കോപ്പറും ആണ്. അതിനകത്ത് സിങ്ക് ആനോഡാണെന്നും കോപ്പർ കാഥോഡാണെന്നും നമ്മൾ പഠിക്കേണ്ടായി. അപ്പൊ അത് നമ്മൾ എന്തിന്റെ ബേസിസിലാണ് സിങ്ക് ആനോഡാണെന്നും കോപ്പർ കാഥോഡാണെന്നും നമ്മൾ പറയുന്നത് ഈ ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ ബേസിസിലാണ്. റിഡക്ഷന് പോകാൻ ഇഷ്ടമുള്ള ആൾക്ക് എന്തായിട്ട് ആക്ട് ചെയ്യാനാവും? കാഥോഡായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്സിഡേഷന് പോവാൻ ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്ക് ആനോഡായിട്ട് ആക്ട് ചെയ്യാൻ സാധിക്കും. ക്ലിയർ? അപ്പോ ഡാനിയൽ സെല്ലിനകത്ത് ആനോഡ് എന്ന് പറയുന്ന ആൾ ആരാണ്? സിങ്ക് ആണ്. കാഥോഡ് എന്ന് പറയുന്ന ആൾ ആരാണ്? കോപ്പർ ആണ്. അപ്പൊ നമുക്ക് നോക്കാം ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ ഇവരുടെ പൊസിഷൻ. നമുക്കിവിടെ കാണാൻ സാധിക്കും സിങ്ക് എന്ന് പറഞ്ഞ ഇയാളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ -0.76 ആണ്. കോപ്പർ എന്ന് പറയുന്ന ആളുടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എത്രയാണത്? +0.34 വോൾട്ടേജ്. അപ്പൊ പ്ലസ് എന്തിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ദ വില്ലിംഗ്നെസ് ടു ഗോ ഫോർ റിഡക്ഷന് പോകാനുള്ള ആ ഒരു വില്ലിംഗ്നെസ് ആണ് പോസിറ്റീവ് കാണിക്കുന്നത്. അപ്പോ നമ്മൾ ഈ രണ്ട് ഇലക്ട്രോഡും നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ലെഫ്റ്റിൽ നമ്മൾ ആരെ വെക്കണം, റൈറ്റിൽ നമ്മൾ ആരെ വെക്കണം? ലെഫ്റ്റിന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ ലെഫ്റ്റിൽ വെക്കുന്ന ആൾ ആരായിരിക്കണം? ആനോഡായിരിക്കണം. റൈറ്റിൽ വെക്കുന്ന ആൾ ആരായിരിക്കണം? കാഥോഡായിരിക്കണം. അപ്പൊ നമ്മൾ ഈ ലെഫ്റ്റിൽ വെക്കുന്നതും റൈറ്റിൽ വെക്കുന്ന ആളുടെ നമ്മൾ എന്ത് ബേസിസിലാണ് വെക്കുന്നത്? നമ്മൾ ഈ ബേസിസിലാണ് വെക്കുന്നത്. മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? റിഡക്ഷന് പോവാൻ താല്പര്യമില്ല. പ്ലസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? റിഡക്ഷന് പോവാൻ താല്പര്യമാണ്. അതുകൊണ്ട് സിങ്ക് നമ്മൾ ആരായിട്ട് കീപ്പ് ചെയ്യുന്നു? ആനോഡായിട്ട് വെക്കുന്നു. കോപ്പർ നമ്മൾ ആരായിട്ട് വെക്കുന്നു? കാഥോഡായിട്ട് വെക്കുന്നു. അപ്പൊ കുട്ടികളെ, നമുക്ക് രണ്ട് മെറ്റൽ ഇലക്ട്രോഡ് തരികയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ആര് ആനോഡ് ആവുന്നു ആര് കാഥോഡ് ആവുന്നു എന്നതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഇറ്റ്സ് ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ വിച്ച് ഈസ് അവൈലബിൾ ഫ്രം ദ ഇലക്ട്രോകെമിക്കൽ സീരീസ്. അപ്പൊ ആ വാല്യൂ നമ്മൾ നോക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്? ആരാണ് കാഥോഡ് ആരാണ് ആനോഡ് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോ നമുക്ക് എന്തിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇലക്ട്രോ കെമിക്കൽ സീരീസിനെ പറ്റിയിട്ട് ഒരു ചെറിയ ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ആ ഒരു ഓർഡർ ഞാൻ പറഞ്ഞു. നമ്മൾ വലിയ ബുക്കുകളൊക്കെ നോക്കുമ്പോൾ വളരെയധികം ഇലക്ട്രോഡ്സ്, ഏതാണ്ട് 10-25 ഇലക്ട്രോഡ്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് കാണാം. നമ്മൾ അത്രയ്ക്കൊന്നും പഠിച്ചില്ലെങ്കിലും നമുക്കൊരു പോർഷൻ അറിഞ്ഞിരിക്കണം. ഇതിനൊരു ഷോർട്ട് കട്ട് മെത്തേഡ് ഉണ്ട്. എന്തിനെ? ടു മെമ്മറൈസ് the electrochemical series, to memorize the order of
മെറ്റൽ ഇലക്ട്രോഡ്സ് അറേഞ്ച്ഡ് ഇൻ ദ എവിടെ ഇലക്ട്രോ കെമിക്കൽ സീരീസ്. അപ്പൊ ആ ഒരു ഓർഡർ ബൈ ഹാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഷോർട്ട് കട്ട് ട്രിക്ക് മെത്തേഡ് ആണ് ഞാൻ ഇവിടെ എഴുതാൻ പോകുന്നത്. ക്ലിയർ? അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ മെറ്റൽസ് അറേഞ്ച് ചെയ്തേക്കുന്ന ഓർഡർ ഒന്ന് ഷോർട്ട് ആയിട്ട് പഠിക്കാനുള്ള മെക്കാനിസം ആണ് ഞാൻ ബോർഡിൽ എഴുതിയിട്ടേക്കുന്നത്. അപ്പൊ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ എഴുതിയെടുക്കാം കേട്ടോ. ഈ ബോർഡിൽ എഴുതിയത് നിങ്ങൾ എഴുതിയെടുക്കാം. സിമ്പിൾ ആണ്. ലീപ്പോകാസോമ അസിയനി ടീയിലെ ഹൈഡ്രജൻ CS-ലെ PT ഗൾഫുണ്ട്. ഒരു നമ്മൾ എന്തൊക്കെ കാര്യം ഓർക്കുന്നുണ്ട്, ഒരു പാട്ട് പഠിക്കുന്നവരെ പഠിച്ചാൽ മതി. ലീപ്പോകാസോമ അസിയനി ടീയിലെ ഹൈഡ്രജൻ CS-ലെ PT ഗൾഫുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് എന്താണ് ലീപ്പോ എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചേർത്ത് വായിക്കേണ്ടതാണ് ഞാൻ ഇങ്ങനെ ഈ ബ്രാക്കറ്റിൽ ഉണ്ടായിരുന്നത്. ലീപ്പോ, അസി, അനി, ടീലെ, CS, ഗേൾഫ്രണ്ട്, GF. ഓക്കെ. അപ്പൊ ലീ എന്ന് പറയുമ്പോൾ എന്താണ്? ലിഥിയം. പൊട്ടാസ്യം. കാൽസ്യം. സോഡിയം. മഗ്നീഷ്യം. അലുമിനിയം. സിങ്ക്. Fe അയൺ, അതാണ് നിക്കൽ. അപ്പൊ എന്താണ്? അനി. ഇനി SN ടിന്നാണത്, അതിന് T കൊടുത്തിട്ടുണ്ട്. ലെഡ്, ടീലെ. പിന്നെ നമ്മുടെ ഹൈഡ്രജൻ തന്നെയാണ് കേട്ടോ, അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഹൈഡ്രജൻ. പിന്നെ CuAg കോപ്പർ. സിൽവർ. സിൽവർ ആണ്, അതിനാണ് നമ്മൾ S കൊടുത്തേക്കുന്നത് കേട്ടാ. അത് തെറ്റിപ്പോ നമ്മളത് പഠിക്കാനുള്ള എളുപ്പത്തിനാണ്, നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കോഡിങ് കൊടുത്തേക്കുന്നത്. CS. പ്ലാറ്റിനം. പിന്നെ പ്ലാറ്റിനം തന്നെയാണ്. PT തന്നെയാണ് നമ്മൾ പറയും. PT. Au ഗോൾഡ് ആണ്, അതിനാണ് നമ്മൾ G കൊടുത്തേക്കുന്നത്. ഇത് വായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൈറ്റുള്ള സാധനങ്ങൾ കേട്ടോ. അതിന് മലയാളം ഇംഗ്ലീഷും മലയാളത്തിൽ മിക്സ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഫ്ലൂറിൻ F തന്നെ, GF. അപ്പൊ നിങ്ങൾ ഇത് ഓർത്തു വെക്കുക. ലീപ്പോകാസോമ അസി അനി ടീയിലെ ഹൈഡ്രജൻ CS-ലെ PT ഗേൾഫ്രണ്ട്. പ്രാക്ടീസ് ഇറ്റ്, യു വിൽ അണ്ടർസ്റ്റാൻഡ്. സോ ദാറ്റ് ഇപ്പൊ ഇതിന്റെ എളുപ്പം എന്താന്ന് ചോദിച്ചാൽ, ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചാൽ, യു ക്യാൻ ഈസിലി പ്രിഡിക്റ്റ് which one will be acting as anode, which one will be acting as cathode. Also you can also predict which one is the good oxidizing agent, better oxidizing agent, which one is the better reducing agent. ഇതൊക്കെ ഇതിന്റെ explanation ആണ് ചോദിച്ചു കഴിഞ്ഞാൽ these are all the applications of electrochemical series. അപ്പൊ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് electrochemical seriesന്റെ application ആണ്. അപ്പൊ അതിനു മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അപ്പൊ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് കാൽഷ്യവും അലുമിനിയം 2 ഇലക്ട്രോഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കാൽഷ്യം സൾഫേറ്റും അലുമിനിയം അലുമിനിയം സൾഫേറ്റും. എന്നിട്ട് നിങ്ങളടുത്ത് പറയാണ് ഡ്രോ എ ഡാനിയൽ സെൽ യൂസിങ് ദാറ്റ്. സോ നിങ്ങൾക്ക് ഈ സീരീസ് അറിയാതെ നിങ്ങൾ എങ്ങനെ ഡിസൈഡ് ചെയ്യും which one will be acting as anode and which one will be acting as cathode? അലുമിനിയം ആനോഡ് ആണോ കാഥോഡ് ആണോ, അതോ കാൽഷ്യം ആനോഡ് ആണോ കാഥോഡ് ആണോ, നിങ്ങൾ എങ്ങനെ ഡിസൈഡ് ചെയ്യും? നിങ്ങൾക്ക് അത് ഡിസൈഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്തറിയണം? യു മസ്റ്റ് നോ ദിസ് ഓർഡർ, യു മസ്റ്റ് നോ ദ സീരീസ്. അപ്പൊ നമുക്കിവിടെ കാണുമ്പോൾ കാണാം എന്താണ്, കാൽഷ്യം ആണ് ആദ്യം വരുന്നത്. അപ്പൊ ആദ്യം വരിക എന്ന് പറയുമ്പോൾ ഹൈഡ്രജന്റെ മുകളിലുള്ള എല്ലാവരും നെഗറ്റീവ് തന്നെയാണ്. എന്നാൽ കൂടുതൽ നെഗറ്റീവ് ആരാണ്? കാൽഷ്യമാണ് കമ്പയർഡ് വിത്ത് അലുമിനിയം. കാരണം എന്താ? കാൽഷ്യമാണ് ടോപ്പിൽ വരുന്ന ആളുകൾ. ഇപ്പൊ ടോപ്പിൽ വരുന്ന ആളുകൾ ആനോഡായിട്ടും പിന്നീട് വരുന്ന ആളുകൾ എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? കാഥോഡായിട്ടാണ് ആക്ട് ചെയ്യുക. ക്ലിയർ? ടോപ്പിൽ വരുന്ന ആളുകൾ ആനോഡായിട്ടും പിന്നീട് വരുന്ന ആളുകൾ കാഥോഡായിട്ടാണ് ആക്ട് ചെയ്യുക. കാരണം ടോപ്പിൽ വരുന്ന ആനോഡാണ് എന്തിനു പോകാൻ താല്പര്യം നിൽക്കുന്ന, ഓക്സിഡേഷൻ പോകുന്നത്. താഴത്തേക്ക് വരും തോറും അവർക്ക് റിഡക്ഷന് പോകാനുള്ള ടെൻഡൻസിയാണ് കൂടിക്കൂടി വരുന്നത്. നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു തവണ കേട്ടിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങൾ വീണ്ടും സ്ക്രോൾ ചെയ്യുക, രണ്ടാമതും കേൾക്കുക, ലിസൺ. അതാണ് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. യു ക്യാൻ ലിസൺ n നമ്പർ ഓഫ് ടൈംസ്. ഓക്കെ, ക്ലാസ്സിൽ കേൾക്കുമ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ ക്ലാസ്സാണ് നിങ്ങൾ ആകെ കേൾക്കുന്നുള്ളൂ. പക്ഷേ ഈ വീഡിയോ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അത് ലൈഫ് ലോങ് ആയിട്ട് വീഡിയോ കയ്യിലല്ല ഇരിക്കുന്നത്. ഒരു ടൈം പീരീഡ് തന്നിട്ടുണ്ട്, അതിനുള്ളിൽ നിങ്ങൾ വീഡിയോ കണ്ടു തീർക്കണം എന്നുള്ളത്. അതിനുള്ളിൽ നിങ്ങൾക്ക് വീണ്ടും എത്ര വേണമെങ്കിലും കേൾക്കാം. നിങ്ങളുടെ ഡൗട്ടുകൾ എന്ത് ചെയ്യാം? ക്ലാരിഫൈ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്രിസ്റ്റൽ ക്ലിയർ ക്ലാസ് ആണ് ഇതുവരെ നിങ്ങൾക്ക് അവൈലബിൾ ആവും. അപ്പോൾ ഫോർ ബെറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മൊബൈൽ എന്ത് ചെയ്യാം? ഇൻവേർട്ട് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ഉള്ളവർ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഡിപ്പെൻഡ് ചെയ്യുക. മൊബൈൽ തന്നെ എപ്പോൾ നോക്കിയിരുന്നു കഴിഞ്ഞാൽ സ്ട്രെയിൻ കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലായിരിക്കും. നമുക്ക് പെട്ടെന്ന് ആനോഡും കാഥോഡും ആരാന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ ഈ ഒരു സീരീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് 1-2 കാര്യങ്ങൾ പറയേണ്ട. അതിനുശേഷം നമുക്ക് ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ അപ്ലിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ക്ലിയർ?
സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ അപ്ലിക്കേഷൻസ് ആണ്. എന്താണ് ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ അപ്ലിക്കേഷൻസ്? മെയിൻ ആയിട്ട് പറയുവാണെങ്കിൽ 3 അപ്ലിക്കേഷൻസ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾസ് ഒക്കെ നമുക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു കാര്യമാണ് നമുക്കിനി അറിഞ്ഞിരിക്കുന്നത്. ഇത് വളരെ കൃത്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതിനാദ്യത്തേത് ടു പ്രെഡിക്ട് റിലേറ്റീവ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് പവർ. അപ്പൊ ഈ ഒരു ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് പവർ പ്രെഡിക്ട് ചെയ്യാനുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻട്രൻസ് എക്സാമുകൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു ടോപ്പിക്. നിങ്ങളത് ആ സമയത്ത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് ഒരുപക്ഷെ ഓർമ്മ വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് റിയലി ഹെൽപ്ഫുൾ. അപ്പോ റിലേറ്റീവ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് പവർ ഇതെങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നുള്ളത്? അപ്പൊ നമ്മുടെ സീരീസ് പ്രകാരം ഏറ്റവും ടോപ്പിലുള്ള ആളാരാണ്? നമുക്കറിയാം ലിഥിയം ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഹാവിംഗ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് around -3.012. That means the E0 value for Li plus bar Li എന്ന് പറയുന്നത് -3.01 വോൾട്ട് ആണ്. ഇനി ഇവിടെ താഴത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സിങ്കിനെ സംബന്ധിച്ച് അത് എത്രയാണ് വാല്യൂ? -0.76 വോൾട്ട് ആണ്. ഹൈഡ്രജൻ 0 ആണ്. ദെൻ താഴേക്ക് കോപ്പർ എന്ന് പറയുന്നത് +0.34 വോൾട്ട് ആണ്. Then finally the fluorine having a voltage of +2.87 volt. +2.87 volt. അപ്പൊ എങ്ങനെയാണ് ഓക്സിഡൈസിങ് റെഡ്യൂസിങ് പവർ ഡിസൈഡ് ചെയ്യുന്നത്? അപ്പൊ നമ്മള് അഗൈൻ നമ്മൾ പറഞ്ഞ കാര്യം തന്നെ, സീരീസിന്റെ ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് വരും തോറും റിഡക്ഷന് പോകാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ദാറ്റ് മീൻസ് ഏറ്റവും താഴെയുള്ള ഫ്ലൂറിനെ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. ഈ ഫ്ലൂറിന്റെ അടുത്തിൽ കൂടെ ആരെങ്കിലും ഒരാൾ പോവാണ്. ഇപ്പൊ എക്സ് എന്ന് വിചാരിച്ചോ. എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കുഡ് ബി എനി ഇലക്ട്രോഡ് അബവ് ദ ഫ്ലൂർ. ആരെങ്കിലും ആൾ പോവാണ്, ഫ്ലൂറിന് എന്ത് ചെയ്യുന്ന അറിയോ? നിർബന്ധപൂർവം ഇലക്ട്രോൺസിനെ തട്ടിപ്പറിച്ച് വാങ്ങും. ആരുടെ കയ്യിൽ നിന്ന്? എക്സിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ ഫ്ലൂറിൻ റെഡ്യൂസ്ഡ് ആയിക്കോട്ടെ, സാരില്ല. പക്ഷെ എക്സിന് എന്ത് സംഭവിച്ചു? എക്സിന് ഇലക്ട്രോൺ നഷ്ടമായി. എക്സിന് ഇലക്ട്രോൺ നഷ്ടമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ത് രൂപത്തിലേക്ക് പോകുന്നത്? പിന്നെ എക്സ് പ്ലസ് ആവുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എൻ ഓക്സിഡേഷൻ. റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ഈസ് കൺസിഡർഡ് ആസ് ഓക്സിഡേഷൻ. അപ്പൊ എക്സ് എന്തായി? ഓക്സിഡൈസ്ഡ് ആയി. അപ്പൊ എക്സിന് ഓക്സിഡേഷൻ നടക്കാൻ അല്ലെങ്കിൽ എക്സ് ഓക്സിഡൈസ്ഡ് ആവാൻ സഹായിച്ച ആളാരാണ്? ഫ്ലൂറിനാണ് സഹായിച്ചത്. ഫ്ലൂറിൻ ഇല്ലായിരുന്നെങ്കിൽ എക്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓക്സിഡൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഫ്ലൂറിൻ ഇവിടെ ആരാ? ഫ്ലൂറിൻ ഈസ് ആൻ ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്സിഡേഷന് സഹായിക്കുന്ന ആള് ഓക്സിഡൈസിങ് ഏജന്റ്. ഇനി നമ്മുടെ ലിഥിയം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം. ലിഥിയത്തിന്റെ അടുത്ത് കൂടെ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരാള് ചുമ്മാ ഒന്നെടുത്തിൽ കൂടെ പോയി. ലിഥിയം എന്ത് ചെയ്യുന്നറിയോ? ഇവിടുന്ന് അങ്ങോട്ട് ഇലക്ട്രോണിനെ നിർബന്ധിച്ചുകൊണ്ട് കൊടുക്കും. നീ ഇവിടെ വെറുതെ വന്നല്ലേ, ഒരു വഴിക്ക് പോവല്ലേ, ഇലക്ട്രോൺ പിടിച്ചോട്ടാ എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുത്തു വിടും. എന്ന് പറയുമ്പോൾ ലിഥിയം ഓക്സിഡൈസ്ഡ് ആയിക്കോട്ടെ, പക്ഷെ എക്സിന് എന്ത് സംഭവിച്ചു? എക്സ് വിൽ ചേഞ്ച് ടു എക്സ് മൈനസ് ഫോം. എക്സ് റെഡ്യൂസ്ഡ് ആയി. അപ്പൊ എക്സിനെ റെഡ്യൂസ് ചെയ്തു. എക്സ് റെഡ്യൂസ്ഡ് ആവാൻ കാരണക്കാരനായത് ആളാരാണ്? ലിഥിയാണ്. കാരണക്കാരൻ ലിഥിയാണ്. അപ്പൊ ലിഥിയം ഇവിടെ ആരാണ്? ശരിക്കും ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ക്ലിയർ? അപ്പൊ നമ്മുടെ സീരീസിന്റെ മുകൾ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലാ മെറ്റൽ ഇലക്ട്രോഡ്സും അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്, നെഗറ്റീവ് വോൾട്ടേജ് ഉള്ള എല്ലാ മെറ്റൽ ഇലക്ട്രോഡുകളും നിങ്ങൾ കമ്പാരിസൺ ചെയ്യണട്ടാ. എല്ലാ നെഗറ്റീവ് ഇലക്ട്രോഡുകളും എന്താണ്? അവര് നല്ല ബെറ്റർ റെഡ്യൂസിങ് ഏജന്റുകളാണ്. താഴത്തുള്ള നല്ല പോസിറ്റീവ് വോൾട്ടേജ് ഉള്ള ആളുകൾ എന്താണ്? അവർ നല്ല അടിപൊളി ഓക്സിഡൈസിങ് ഏജന്റ്സും ആണ്. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. ടു പ്രെഡിക്ട് റിലേറ്റീവ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് പവർ. സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. അപ്പോൾ സീരീസിൽ നമ്മൾ കാര്യം എന്തൊക്കെ അറിയണം? ഒരു ഇലക്ട്രോ കെമിക്കൽ സീരീസിനെ പറ്റിയിട്ട് ടോപ്പ് ടു ബോട്ടം റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യാണ്, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യാണ്. ടോപ്പിലുള്ള ആളുകൾ ബെറ്റർ റെഡ്യൂസിങ് ഏജന്റ് ആണ്. ബോട്ടമിലുള്ള ആളുകൾ ബെറ്റർ ഓക്സിഡൈസിങ് ഏജന്റ്സ് ആണ്. Now, to predict the spontaneity of a redox reaction. അപ്പൊ ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് വരികയാണ്. സ്പോണ്ടാനിറ്റി. എന്താണ് ഈ സ്പോണ്ടാനിറ്റി? ഈ സ്പോണ്ടാനിറ്റിനെ പറ്റിയിട്ട് നമ്മൾ +1 കുറെ അധികം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫ്രം ദ ചാപ്റ്റർ, ഏതാണ് ചാപ്റ്റർ? തെർമോഡൈനാമിക്സിലെ സ്പോണ്ടാനിറ്റിയുടെ ഏറ്റവും അൾട്ടിമേറ്റ് ഇക്വേഷൻ ആണ് ഗിബ്സ് ഫ്രീ എനർജി ചേഞ്ച് ΔG is equal to ΔH minus T ΔS. ഈ ഇക്വേഷൻ ഒക്കെ നമ്മൾ ഓർമ്മയുണ്ടാവും. പക്ഷേ ഇലക്ട്രോ കെമിസ്ട്രിയിലെ നമുക്ക് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. ΔG is equal to -NF E0Z.
എന്താണ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു മൈനസ് എൻ എഫ് ഇ സീറോ സെൽ. അപ്പൊ ഈ E0 സെൽ എന്താന്നുള്ളത് നമുക്കറിയാം. എന്താണ് E0 സെല്ല്? E0 സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ക്ലിയർ? E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. ഇനി E0 കാഥോഡും ചെയ്ത കാഥോഡ് ഏത് ഭാഗത്ത്? റൈറ്റ് സൈഡ് ആണ്. അതായത് E0 R മൈനസ് E0 L ഇങ്ങനെ നമുക്ക് പറയാറുണ്ട്. ഓക്കെ ഫൈൻ. അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഡാനിയൽ സെല്ലിന്റെ റിഡോക്സ് റിയാക്ഷൻ ഒരു സ്പോണ്ടാനിയസ് റിയാക്ഷൻ ആണോ? സ്പോണ്ടാനിയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയാക്ഷൻ ഫീസിബിൾ ആണോ എന്നും കൂടിയാണ് അതിന്റെ അർത്ഥം. റിയാക്ഷൻ ഫീസിബിൾ ആണോ, പോസിബിൾ ആണോ, നടക്കുന്നതാണോ എന്നറിയണം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെൽറ്റ ജിയുടെ ചാർജ് എന്തായിരിക്കണം? നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഡെൽറ്റ ജി നെഗറ്റീവ് ആയില്ലെങ്കിൽ റിയാക്ഷൻ എന്താവത്തില്ല? സ്പോണ്ടാനിയസ് ആവുകയില്ല. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. അപ്പൊ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്, ഇവിടെ ഓൾറെഡി നമുക്ക് ഇക്വേഷൻ അറിയാം. ഡെൽറ്റ ജി എന്ന് പറയുന്നത് മൈനസ് എൻ എഫ് E0 സെല്ലാണ്. എഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാരഡേ, എഫ് ഫാരഡ് ആണ്. അപ്പൊ E0 സെൽ എന്താണ്? E0 സെല്ല് എന്താണെന്നുള്ള ഇവിടെ താഴെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഡാനിയൽ സെല്ലാണെന്ന് വിചാരിക്കും. ഡാനിയൽ സെല്ലുള്ള ആളുകൾ ആരൊക്കെയാണ്? ആനോഡിനകത്ത് സിങ്കും കാഥോഡിനകത്ത് ആരാണ്? കോപ്പറും ആണ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ പ്രകാരം കൊടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ സീരീസിൽ നോക്കണം. കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാ? 0. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാ? 0.34. അപ്പൊ പ്ലസ് 0.34 മൈനസ് ലെഫ്റ്റിൽ ആരുള്ളത്? സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എത്രയാ? മൈനസ് 0.76. ഇപ്പൊ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് 0.34ഉം 0.76ഉം ചെയ്യുന്ന സമയത്ത് ഏതാണ്ട് ഒരു 1.1 വോൾട്ട് എന്നൊക്കെ നിങ്ങൾക്ക് കിട്ടും. എനിവേ E0 സെൽ എന്തായി? പോസിറ്റീവായി. E0 സെൽ എന്തായി? പോസിറ്റീവായി. E0 സെൽ പോസിറ്റീവ് ആയാൽ മാത്രമാണ് ഡെൽറ്റ ജി എന്താവുള്ളൂ? നെഗറ്റീവ് ആവുള്ളൂ. ശരിയല്ലേ? ഒരു പക്ഷേ E0 സെല്ല് നെഗറ്റീവ് ആയിരുന്നെങ്കിലോ? നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കൂ. E0 സെല്ല് നെഗറ്റീവ് ആവുന്ന നെഗറ്റീവ് എന്തായി? ഡെൽറ്റ ജി പോസിറ്റീവ് ആവും. അപ്പൊ റിയാക്ഷൻ എന്താ? നോൺ സ്പോണ്ടാനിയസ് ആണ്, ഫീസിബിൾ അല്ല. ഇറ്റ് ഈസ് നോട്ട് ഫീസിബിൾ. അപ്പൊ റിയാക്ഷന്റെ സ്പോണ്ടാനിറ്റിനെ ഡിസൈഡ് ചെയ്യുന്ന E0 സെല്ല്, ഈ E0 സെല്ലിന്റെ വാല്യൂ അല്ലെങ്കിൽ E0 സെല്ല് നമ്മൾ കണ്ടെത്താൻ സഹായിക്കുന്നത്, അല്ലെങ്കിൽ എവിടുന്നാണ് നമ്മൾ കണ്ടെത്തുന്നത്? ഇലക്ട്രോകെമിക്കൽ സീരീസ് ആണ്. ഇലക്ട്രോകെമിക്കൽ സീരീസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റത്തില്ല? E0 സെല്ല് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. സോ അതാണ് നമ്മൾ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ട് പറയുന്നത്, ടു പ്രെഡിക്റ്റ് സ്പോണ്ടാനിറ്റി ഓഫ് എ റിഡോക്സ് റിയാക്ഷൻ. നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി നമുക്ക് ലാസ്റ്റ് കാറ്റഗറി ആണ്. ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന സമയത്ത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പൊ നിങ്ങളത് ക്ലാസ് നല്ലപോലെ കേൾക്കുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇത് നിങ്ങളെ സംബന്ധിച്ച് ഒരു പുതിയ ടോപ്പിക്കാണ് ഇലക്ട്രോകെമിസ്ട്രി. അപ്പൊ നല്ലപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ ടോപ്പിക്കിലേക്ക് വരികയാണ്, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. എന്താണ് ഈ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ? നമുക്ക് രണ്ട് തരത്തിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ചോദിക്കാറുണ്ട് ഇലക്ട്രോകെമിക്കൽ സീരീസിനെ ബേസ് ചെയ്തിട്ട്. ആദ്യത്തെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ പോയിന്റ് ഞാനിവിടെ, അപ്പൊ ഇത് രണ്ട് തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നമ്മൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ രണ്ട് ടൈപ്പും ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? A metal with lower electrode potential can displace metal with higher electrode potential from the solution. ഞാൻ ഇവിടെ എഴുതി വെക്കാൻ പോയിന്റ്, a metal with lower electrode potential can displace metals with higher electrode potential. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇതാണ് ഫസ്റ്റ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ പഠിക്കുന്നത്. മെറ്റൽസ് വിത്ത് ലോവർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ക്യാൻ ഡിസ്പ്ലേസ് മെറ്റൽസ് വിത്ത് ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യാം, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഞാൻ അതിവിടെ വരച്ച് കാണിച്ചു തരാം. ഇതിന് എന്തെടുത്തിട്ടുണ്ട് നമ്മൾ? CuSO4 സൊല്യൂഷൻ എടുത്തിട്ടുണ്ട്. CuSO4 ഇത് CuSO4 സൊല്യൂഷനാണ്. ഞാൻ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ഇടുവാണ്. ഇതൊരു സ്പൂണാണെന്ന് വിചാരിക്കാട്ടോ, സ്പൂണാണ്. ആൻഡ് വെൽ ദിസ് സ്പൂൺ ഈസ് മേഡ് അപ്പ് വിത്ത് സിങ്ക്. ദിസ് സ്പൂൺ ഈസ് മേഡ് അപ്പ് വിത്ത് സിങ്ക്. അപ്പൊ ചോദ്യം ഇതാണ്, സിങ്ക് സ്പൂൺ ഉപയോഗിച്ചിട്ട് കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റിർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ സ്റ്റിർ ചെയ്താൽ എന്ത് സംഭവിക്കും?
അല്ലെങ്കിൽ ജസ്റ്റിഫൈ യുവർ ആൻസർ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇതിന് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് നോക്കുമ്പോൾ സിങ്കിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറവാണ്, -0.76 വോൾട്ടേജ് വരിക. നമ്മുടെ എഴുതി വെക്കാണ് -0.76 വോൾട്ടേജ്. കോപ്പറിനെ സംബന്ധിച്ചത് +0.34 വോൾട്ടേജ്. അപ്പൊ നമ്മളിവിടെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റൽ വിത്ത് ലോവർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ സിങ്കിന്റെ ഇവിടെ ലോവർ ആണ് കേട്ടോ. ക്യാൻ ഡിസ്പ്ലേസ് മെറ്റൽസ് വിത്ത് ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പോ സൊല്യൂഷനകത്ത് ക്യാൻ ഡിസ്പ്ലേസ് മെറ്റൽസ് വിത്ത് ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫ്രം ദ സൊല്യൂഷൻ. അതും കൂടി നിങ്ങൾ എഴുതണം, ഫ്രം ദ സൊല്യൂഷൻ. അപ്പോ ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ള മെറ്റൽ എവിടെയായിരിക്കണം? സൊല്യൂഷനിലായിരിക്കണം ഉണ്ടാവുന്നത്. അപ്പൊ കോപ്പർ എന്ന് പറയുന്ന ആള് നോക്കൂ, ഈ കോപ്പർ എന്ന് പറയുന്ന ആള് എവിടെയാണ്? സൊല്യൂഷനിലാണുള്ളത്. അപ്പൊ എന്താ ചെയ്യുക? കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ഈ സിങ്ക് സ്പൂൺ ഇട്ട് കുറച്ച് നേരം സ്റ്റിർ ചെയ്ത് കുറച്ച് സമയം കഴിയുമ്പോൾ എന്ത് കാണാൻ നിങ്ങൾക്ക്? ഈ സൊല്യൂഷൻ എന്നുള്ളത് എന്തായിട്ട് മാറും? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആയിട്ട് മാറും. ഈ കോപ്പർ സൾഫേറ്റ് കോപ്പറായിട്ട് മാറിയിട്ടേ ആ സൊല്യൂഷൻ എന്തായിട്ട് മാറും? സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആയിട്ട് മാറും. അപ്പൊ എന്ത് ചെയ്തു? സിങ്ക് ആരിനെ ഡിസ്പ്ലേസ് ചെയ്തൂടെ? ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ള കോപ്പറിനെ സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? സിങ്ക് സ്പൂൺ വെച്ചിട്ട് കോപ്പർ സൾഫേറ്റ് സ്റ്റിർ ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ നിങ്ങൾ ഇനി തിരിച്ച് ചിന്തിക്കുന്നത്, പക്ഷേ അങ്ങനെയാണെങ്കിൽ സാറേ കോപ്പർ സ്പൂൺ വെച്ചിട്ട് സിങ്ക് സൾഫേറ്റ് സ്റ്റിർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്റ്റിർ ചെയ്യാം, ഒന്നും സംഭവിക്കില്ല. കാരണം എന്താ? കേസ് കൂടി മനസ്സിലാണ്, ഇനി അത് ക്ലിയർ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു സൊല്യൂഷൻ ഈ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിങ്ക് സൾഫേറ്റ് ആണ്. നമ്മൾ ഉപയോഗിച്ചേക്കുന്ന സ്പൂൺ എന്ന് പറയുന്നതോ കോപ്പർ ആണ്. ഇങ്ങനത്തെ കണ്ടീഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ള ആള് ഇലക്ട്രോഡായിട്ട് നിൽക്കണേ. നമ്മളിവിടെ നോക്കിയേ, മെറ്റൽ വിത്ത് ലോവർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ക്യാൻ ഡിസ്പ്ലേസ് മെറ്റൽ വിത്ത് ഹയർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫ്രം ദ സൊല്യൂഷൻ. അപ്പൊ ഇവിടെ കോപ്പറിന്റെ പൊട്ടൻഷ്യൽ എത്രയാ? +0.34 വോൾട്ട്. പക്ഷെ നമ്മുടെ സിങ്കിന്റെ പൊട്ടൻഷ്യൽ എത്രയാ? -0.76 വോൾട്ട്. അപ്പൊ ഇവിടെ സൊല്യൂഷനിലുള്ള മെറ്റലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറവാണ്. അപ്പൊ എന്ത് ചെയ്യില്ല? സിയുവിനെ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോ ഈ കേസിലെ ഡിസ്പ്ലേസ്മെന്റ് നടക്കും, ഈ കേസിലെ ഡിസ്പ്ലേസ്മെന്റ് നടക്കൂല. ഇതാണ് മെയിൻ ആയിട്ട് ഈ ഭാഗത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് നമ്മള് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷന്റെ അടുത്ത ഭാഗത്തിലേക്ക് പോവാണ്. എന്താണ് അടുത്ത ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നുള്ളത് മനസ്സിലാക്കി തരാം, ശ്രദ്ധിക്കുക. To predict whether a given metal can liberate hydrogen gas from hydrogen gas when it reacts with acid. To predict whether a given metal can liberate hydrogen gas when it reacts with acid. ഇതൊരു ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് കുറച്ച് മെറ്റൽ ഇലക്ട്രോഡുകളൊക്കെ തന്നിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ Fe2+, എന്ന് പറയുന്നില്ല, Fe എന്ന് പറയുമ്പോൾ Al, സിങ്ക്, കോപ്പർ, സിൽവർ, ഇങ്ങനെ കുറച്ച് ഒരു 5 മെറ്റൽ ഇലക്ട്രോഡ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കൊരു ആസിഡ് തന്നിട്ടുണ്ട്, H2SO4 എന്നുള്ള ആസിഡ് തന്നിട്ടുണ്ട്. എന്നൊരു ചോദ്യം ഇങ്ങനെയാണ്, ഇതിൽ ഏതൊക്കെ മെറ്റൽസ് ആണ് ആസിഡിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഡിസ്പ്ലേസ് ചെയ്യുന്നത്? ഇതിൽ ഏതൊക്കെ മെറ്റൽസ് ആണ് ആസിഡിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്? ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ചെയ്താൽ മതി. ഇലക്ട്രോ കെമിക്കൽ സീരീസിലെ ഹൈഡ്രജന്റെ മുകളിലുള്ള എല്ലാ മെറ്റൽസും എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉള്ള എല്ലാ മെറ്റൽസും എന്തിനെ ഡിസ്പ്ലേസ് ചെയ്യും? ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യും. എവിടെ നിന്ന്? ആസിഡിൽ നിന്ന്. അപ്പോ ഫോർ എക്സാമ്പിൾ സിങ്ക് എന്നുള്ള ഇലക്ട്രോഡ് നിങ്ങൾ H2SO4ലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? അത് സിങ്ക് സൾഫേറ്റ് ആവുകയും H2SO4ൽ H2 ഗ്യാസ് ആയിട്ട് പുറത്തേക്ക് ലിബറേറ്റ് ചെയ്യും. പക്ഷേ പോസിറ്റീവ് ചാർജ് ഉള്ള മെറ്റൽസ്, ഹൈഡ്രജന്റെ താഴെയുള്ള ആൾക്കാർ, അതായിരിക്കുക കോപ്പർ, സിൽവർ, CS, PT ഗൾഫുണ്ട്, പ്ലാറ്റിനം, ഗോൾഡ്, ഫ്ലൂയിൻ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഹൈഡ്രജനെ ലിബറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതാണ് രണ്ടാമത്തെ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ടു പ്രെഡിക്റ്റ് വെദർ എ ഗിവൺ മെറ്റൽ ക്യാൻ ലിബറേറ്റ് ഹൈഡ്രജൻ ഗ്യാസ് when it reacts with acid.
ഇത് രണ്ടുമാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആൻഡ് രണ്ടാമത്തെ ടു പ്രൊഡ്യൂസ് സ്പോണ്ടാനിറ്റി ഓഫ് റിഡോക്സിഡേഷൻ ആൻഡ് ആദ്യത്തെ ടു പ്രൊഡ്യൂസ് റിലേറ്റീവ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് പവർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിക്കൽ സീരീസിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ സെക്ഷൻ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ക്ലിയർ?